രക്ഷയും പാവനാത്മാവിൻ സഹവാസവും നമ്മോടൊത്തെന്നും ഉണ്ടായിടട്ടെ. ദൈവപിതാവിനു ആരാധന, ഈശോ മിശിഹായ്ക്ക് ആരാധന, പാവനാത്മാവിനു ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ദൈവപിതാവിനു ആരാധന, ഈശോ മിശിഹായ്ക്ക് ആരാധന, പാവനാത്മാവിനു ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 59-ാമത്തെ അധ്യായത്തിൽ 20-ഉം 21-ഉം തിരുഗതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കുമ്പസാരത്തിൽ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുക. ഒരു കുമ്പസാരത്തിൽ സംഭവിക്കുന്ന 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആ ദൈവവചനം ഇങ്ങനെയാ: കർത്താവ് അരുളി ചെയ്യുന്നു, സിയോനിലേക്ക്, തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ യാക്കോബിൻ്റെ സന്തതികളുടെ അടുത്തേക്ക്. ദൈവവചനം പറയുക, സിയോനിലേക്ക്, സ്വർഗത്തിലേക്ക്, തിന്മകൾ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിയുന്ന, ദൈവത്തിലേക്ക് മനസ്സുയർത്തുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം വചനം പറയുകയാണ്: കർത്താവ് രക്ഷകനായി കടന്നു വരും. കർത്താവ് രക്ഷകനായി കടന്നു വരും. രണ്ടാമത്തെ കാര്യം പറയുകയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ ആദരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും ഒരിക്കലും നിന്നിൽ നിന്ന്, നിന്നെയോ നിന്റെ സന്താനങ്ങളുടെ ആദരങ്ങളിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവുകയില്ല. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവ് നിന്റെ ജീവിതത്തിൽ വിട്ടുപോകില്ല. മൂന്നാമത് പറയുന്ന കാര്യം, നിന്റെ മേൽ ഞാൻ വർഷിച്ച വചനം നിന്റെ സന്തതികളിൽ നിന്നും നിന്നിൽ നിന്നും മാറ്റപ്പെടുകയില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് യേശുവിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി, കുമ്പസാരിച്ച് നവീകരിക്കപ്പെട്ട് യേശുവിനെ കണ്ടുമുട്ടുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ, ഒരു കുമ്പസാരത്തിലൂടെ സംഭവിക്കുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, കർത്താവ് രക്ഷകനായി കടന്നു വരും. കർത്താവ് രക്ഷകനായി കടന്നു വരും. ഞാൻ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ കൊറോണ കാലഘട്ടത്തിൽ നെഹമ്യ മിഷൻസ് മലമ്പുഴ സെൻറ്ററിൽ വെച്ച് ഓൺലൈൻ ശുശ്രൂഷകൾ ആരംഭിച്ചു. 8 നോമ്പ് വരികയാണ്. മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള 8 നോമ്പിന് ഒരുക്കമായി ഈവനിങ് ശുശ്രൂഷകൾ ആരംഭിച്ചു. 1-ാം ദിവസം അന്ന് സ്വന്തമായി മൈക്ക് സംവിധാനങ്ങളില്ല, അതുപോലെ തന്നെ സ്പീക്കർ സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട് ഒരു കത്തോലിക്കനായ, ഒരു ലാറ്റിൻകാരനായ ഒരു ചെറുപ്പക്കാരനെ, അവന് ഈ മൈക്കിൻ്റെ എല്ലാം ഓപ്പറേഷനുള്ളതാണ്, വാടകയ്ക്ക് കൊടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അവനെ വിളിച്ചിട്ട് പറഞ്ഞു, 8 ദിവസം ശുശ്രൂഷയുണ്ട്, അതുകൊണ്ട് 8 ദിവസം ഈ ശുശ്രൂഷയിൽ വന്ന് മൈക്കെല്ലാം സെറ്റ് ചെയ്ത് ശരിയാക്കി തരണമെന്ന് പറഞ്ഞു. ഇവനും ഒരു പണിക്കാരനും കൂടി വന്നു, കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഇതെല്ലാം സെറ്റ് ചെയ്ത് ഇവനോട് ഞാൻ പറഞ്ഞു, ആദ്യത്തെ ദിവസമാണ്, അതുകൊണ്ട് ഫുൾ ടൈം ഓണെ ഉണ്ടാകണം. ഏതെങ്കിലും ഓൺലൈൻ ശുശ്രൂഷയാണ്, അതുകൊണ്ട് കറണ്ട് പോകുകയോ, ജനറേറ്ററൊക്കെ വെച്ചിട്ടാണ്, അപ്പോൾ കറണ്ട് പോകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മൈക്ക് സിസ്റ്റം നിന്ന് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഓൺലൈൻ ശുശ്രൂഷയ്ക്ക് തടസ്സം വരും. അതുകൊണ്ട് ആദ്യത്തെ ദിവസം ഉണ്ടാകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ആദ്യത്തെ ദിവസം ഇവൻ ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുമ്പോൾ ദൈവവചന ശുശ്രൂഷ സമയത്ത് കുർബാന കഴിഞ്ഞ് വചനപ്രഘോഷണമുണ്ട്. ഈ വചനപ്രഘോഷണ സമയത്ത് പരിശുദ്ധ മറിയം യേശുവിൽ വിശ്വസിച്ച് വചനം പരിശുദ്ധ മറിയത്തിലൂടെ ഫലം പുറപ്പെടുവിച്ച് രക്ഷകൻ്റെ അമ്മയായി മാറി. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വചനം കടന്നു വന്നാൽ അവൻ്റെ ജീവിതത്തിൽ രക്ഷ ലഭിക്കുമെന്നുള്ള വലിയ ഒരു സന്ദേശം അവൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു. ഫസ്റ്റ് ഡേ ഇവൻ പിറ്റേ ദിവസം വരണ്ട, ഇവൻ വിചാരിക്കുകയാണ് ഓപ്പറേറ്ററെ വിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവൻ വചനം സ്വീകരിച്ചാൽ കർത്താവ് രക്ഷകനായി അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുമെന്നുള്ള ഒരു ചിന്ത ആദ്യത്തെ ദിവസം അവൻ്റെ ജീവിതത്തിൽ കിട്ടി. ഇവൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഫസ്റ്റ് ഡേ ചിന്തിക്കാൻ തുടങ്ങി. ഇവൻ്റെ കുടുംബത്തിൽ വലിയൊരു പ്രശ്നമുണ്ട്. 37 വർഷമായി ഇവൻ്റെ അമ്മയ്ക്ക് വീതമായി കിട്ടിയിരുന്ന ഒരു 12 ഏക്കർ സ്ഥലമുണ്ട്. 37 വർഷമായിട്ട് അത് അന്യാധീനപ്പെട്ടു പോയി. 37 വർഷം. ഇന്ന് അത് വിറ്റാൽ ഒരു 8-10 കോടി രൂപ വിലയുള്ളൊരു സ്ഥലം. 37 വർഷം മുമ്പ് കിട്ടിയ സമയത്ത് പാട്ടത്തിന് വേണ്ടി ഒരു ചേട്ടന് കൊടുത്തു. ഇതിനകത്തൊരു പഴയ വീടുണ്ട്. ഈ പറമ്പിൽ 40 പനയുണ്ട്, കള്ളി എത്താൻ പറ്റുന്ന പനയുണ്ട്, 40 പന പാട്ടത്തിന് കിട്ടി. പറമ്പിൽ കൃഷിയെല്ലാം ഇറക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാട്ടത്തിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ ഈ വീട്ടിൽ പണിയായിട്ടും പണിയായുധങ്ങളും പണിക്കാരൊക്കെ ഉണ്ട്, അവിടെ വന്നിരുന്ന് താമസിക്കാൻ തുടങ്ങി.
ഈ പറമ്പിലുണ്ടായിരുന്ന 40 പനയും ഇയാൾ കള്ളി ചെത്താൻ ആരംഭിച്ചു. കള്ളി ചെത്തി അങ്ങനെ കാര്യങ്ങളല്ല. ഇവർ കള്ളി ചെത്താനൊന്നും അല്ല കൊടുത്തത്, പക്ഷേ കൃഷിപ്പണിക്കെല്ലാം ഒരു പാട്ടത്തിന് കൊടുത്തെങ്കിലും ഇയാൾ അത് ചെയ്യാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ഇവർ ഈ എഗ്രിമെൻ്റൊക്കെ എഴുതിയെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇയാൾ ചെയ്യാൻ തുടങ്ങി. കാരണം ഇവൻ്റെ അപ്പം പെട്ടെന്ന് മരിച്ചുപോയി, അന്വേഷിക്കാനായാലും അമ്മ മാത്രമേ ഉള്ളൂ, ഒറ്റ മകനാണ്. ഇവനെന്ന് വെച്ചാൽ 2 വയസ്സേ ഉള്ളൂ. അമ്മ ഈ കാര്യങ്ങൾ ആങ്ങളമാരെ കൊണ്ടെല്ലാം പറയിച്ചെങ്കിലും കാര്യങ്ങൾ നടന്നില്ല. പിന്നീട് ഇവർ ഈ പാട്ടം കിട്ടാതെയായി. കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് വന്നപ്പോൾ ഇവനതിൻ്റെ പഞ്ചായത്തിൽ നിന്നും വില്ലേജിൽ നിന്നും അതുപോലെ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് രേഖകൾ, കള്ളരേഖയുണ്ടാക്കി ഈ സ്ഥലം അവൻ്റെ പേരിലാക്കി. പാട്ടത്തിന് കൊടുത്ത ആളുടെ പേരിലാക്കി. പാട്ടവും കിട്ടുന്നില്ല, സ്ഥലം അവരുടെ പേര് കള്ളരേഖയിലായി കഴിഞ്ഞു. അങ്ങനെ ഇവർ പെട്ടെന്ന് ചിറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള കോടതിയിൽ കൊണ്ടുപോയി, അടുത്ത കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു. ആ കേസിൽ അവർ വിജയിച്ചു. ഇവർക്ക് പെട്ടെന്ന് അങ്ങനെ വേണ്ടിപോലെ ചെയ്യാൻ കാര്യങ്ങൾ ആരുമില്ല. കേസ് വിജയിച്ചു. അങ്ങനെ സ്ഥലം അവരുടേതായി. ഇവരെന്നിട്ട് ഈ ആരോ പറഞ്ഞ് ജില്ലാ കോടതി വന്നു കൊടുത്തു. ജില്ലാ കോടതി വന്നപ്പോൾ അത് തള്ളി. ഇതെല്ലാം കഴിഞ്ഞ് 37 വർഷമായിട്ട് ഈ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവർ ഹൈക്കോടതി കൊണ്ടുപോയി കൊടുത്തു. പല പരാതികൾ കൊടുത്തു, പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് കേസ് തള്ളി. ഇവർക്കെതിരായിട്ട് വന്ന് അവർക്ക് അനുകൂലമായി മാറി. 37 വർഷമായി ഈ സ്ഥലം ഇങ്ങനെ അന്യായപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഇവനിങ്ങനെ ചിന്തിക്കുകയാണ്, അവരുടെ ഈ സ്ഥലത്ത് കള്ളിച്ചെത്ത് നടത്തി, അതുപോലെ തന്നെ ഇറച്ചിയും അതുപോലെ മീനും എല്ലാം കൊണ്ടുവന്ന് പൊരിച്ച് വളരെയധികം ആൾക്കാർക്ക് കൊടുക്കുക. കൊഴിഞ്ഞാമ്പാറ എന്ന പ്രദേശത്തായതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് ഈ കള്ള് ഷോപ്പിൽ വന്ന് ഇവൻ്റെ ബിസിനസ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇവർക്ക് അങ്ങോട്ട് കയറാൻ പോലും പറ്റില്ല. 37 വർഷമായി ഇത് അന്യാദനപ്പെട്ടു പോയി. 12 ഏക്കർ സ്ഥലം. അപ്പോൾ ഇവന് 2 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ സംഭവമാണിത്. ഇവൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കർത്താവ് രക്ഷകനായി കടന്നു വരും. യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറായാൽ യേശു ഇടപെടും, കർത്താവ് രക്ഷകനായി വരും എന്നുള്ള ഒരു ചിന്ത അവൻ്റെ മനസ്സിൽ കയറി. പിറ്റേ ദിവസം ഇവൻ പറയുകയാണ്, ഇവൻ വന്ന് കുമ്പസാരിച്ചു, പ്രാർത്ഥിച്ചു. ഈ ശുശ്രൂഷയിൽ 8 ദിവസം കൂടി. 8 ദിവസം ശുശ്രൂഷയിൽ കൂടി. ഇവൻ 9-ാം ദിവസം, ഈ കാര്യം എന്നോട് പറഞ്ഞില്ല, ഈ കാര്യമൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ വന്ന് കൂടി അവിടെ വന്ന് കുമ്പസാരിച്ച് 8 ദിവസം ശുശ്രൂഷയിൽ കൂടി. ഈ കാര്യമൊന്നും പറഞ്ഞില്ല. ഇവൻ ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് ഈ തടയപ്പെട്ട പ്രശ്നങ്ങൾ മുഴുവൻ ഒന്ന് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്, കർത്താവ് ഇടപെടണമെന്ന് പറഞ്ഞു. ഇവൻ നേരെ ഹൈക്കോടതി 9-ാം തീയതി ഹൈക്കോടതി ചെന്നു. പഴയ കേസ് കൈകാര്യം ചെയ്ത വക്കീൽ 90 വയസ്സ് പ്രായമായാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു, കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു രക്ഷയില്ല, ഈ കാര്യങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞു. അതിനി ശരിയായി കിട്ടാൻ ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് വക്കീൽ പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, എനിക്ക് പ്രായമായി, ഇത് നിങ്ങൾ വേറെ ആരുടെ അടുത്ത് കൊണ്ടു കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഹൈക്കോടതി വേറൊരു വക്കീലിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ ആ വക്കീൽ ഈ കേസിൻ്റെ ഏതാണ്ട് 1900 വരെയുള്ള പഴയ രേഖകൾ മുഴുവൻ എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഇവൻ ഒറ്റ മാസം കൊണ്ട് ഇല്ലാത്ത രേഖകൾ മുഴുവനും, കയ്യിലില്ലാത്തത് മുഴുവൻ ഒറ്റ മാസം കൊണ്ട് സെപ്റ്റംബറിൽ അന്ന് തുടങ്ങി 9-ാം തീയതി തൊട്ട് ഒക്ടോബർ 9 ആയപ്പോഴത്തേക്കും വക്കീൽ പറഞ്ഞ പഴയ രേഖകൾ മുഴുവൻ സംഘടിപ്പിച്ചു. ഇതുവരെ സംഘടിപ്പിച്ചുകൊണ്ടായി വക്കീലിനെ കൊടുത്തു. ഈ കേസ് ഹൈക്കോടതി വീണ്ടും റീ ഓപ്പണായി നവംബർ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും, ഇപ്പം പറയുകയാണോ, ഇത് ഒക്ടോബറിലാണെങ്കിൽ നവംബർ ലാസ്റ്റ് ആയപ്പോൾ കൊറോണ മൂത്ത് നിൽക്കുന്ന സമയത്ത് ഹൈക്കോടതിയിൽ നിന്നൊരു ഓർഡർ പാലക്കാട് SP-ക്ക്, അതുപോലെ ADM, RDO, തഹസീൽദാർ, അതുപോലെ ഈ അളക്കാനായിട്ടുള്ള സർവേ ഡിപ്പാർട്ട്മെൻറ്റ്, 3-4 ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് ഒരു ഓർഡർ വരികയാണ്. ഈ സ്ഥലം അവരുടേതാണ്. അതുകൊണ്ട് ഈ സ്ഥലം അളന്ന് 1 മാസത്തിനുള്ളിൽ കൃത്യമായി ഈ കാര്യങ്ങൾ അളന്ന് അവർക്ക് ഇവരെ ഒഴിപ്പിച്ച് ഈ സ്ഥലം കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞ് ഹൈക്കോടതി ഓർഡർ വന്നു. ഈ കൊറോണ കാലഘട്ടത്തിൽ 5 ഡിപ്പാർട്ട്മെൻറ്റ് ഒരുമിച്ച് വന്ന് അളന്ന് ഇവർക്ക് ഈ സ്ഥലം ഇവരിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തു എന്ന് പറഞ്ഞ് ഈ സഹോദരൻ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. സ്നേഹമുള്ളവരെ, അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. തിന്മയിൽ നിന്നകന്ന് സിയോനിലേക്ക്, യാക്കോബിൻ്റെ സന്തതികളിലേക്ക്, തിന്മയിൽ നിന്ന് പിന്തിരിയുന്ന യാക്കോബിൻ്റെ സന്തതികളിലേക്ക് കർത്താവ് രക്ഷകനായി കടന്നു വരും. സ്നേഹമുള്ളവരെ, ഇത് നിസ്സാര കാര്യമാണോ? നിന്റെ ജീവിതത്തിൽ നീ പാപം ഉപേക്ഷിച്ച് ദൈവത്തെ വിളിക്കാൻ തയ്യാറായാൽ കർത്താവ് രക്ഷകനായി കടന്നു വരും. ഇന്ന് അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങളുണ്ട്, പ്രതിബന്ധങ്ങളുണ്ട്. എത്ര അധ്വാനിച്ചിട്ടും ഉയർച്ചയില്ലാത്ത അനേകം കുടുംബങ്ങളുണ്ട്. എത്ര അധ്വാനിച്ചിട്ടും ഉയർച്ചയില്ല.
എത്ര പഠിച്ചിട്ടും അല്ലെ എത്ര ഇൻ്റർവ്യൂവിൽ പോയിട്ടും ഒരു വിജയവുമില്ല. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കേ. ജീവിതത്തെ ഒന്ന് വിശുദ്ധീകരിച്ച് കർത്താവിനെ വിളിക്ക്. കർത്താവ് നിൻ്റെ ജീവിതത്തിൽ രക്ഷകനായി കടന്നു വരും. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. രണ്ടാമത്തെ കാര്യം ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നീ നിന്നെ തന്നെ വിശുദ്ധീകരിച്ച് കഴിയുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവിനെ ഒരിക്കലും ഞാൻ പിൻവലിക്കില്ല. ദൈവവചനം പറയുക, നിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ആത്മാവ് അകന്നു പോകുകയില്ല, ദൈവം പിൻവലിക്കില്ല എന്ന് പറയുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നീ കൃപയുള്ളൊരു വ്യക്തിയായി മാറണം. നീ ദൈവപ്രസാദപരത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കണം. അതിനുവേണ്ടിയാ അടുക്കൽ കുമ്പസാരിക്കണം എന്ന് പറയുന്നത്. ജോൺ പോൾ മാർപ്പാപ്പ എല്ലാ ദിവസവും കുമ്പസാരിച്ചിരുന്നാണ് പറയുന്നത്. മഹാപാപിയായിരുന്നത് കൊണ്ടാണോ? ദൈവത്തിൻ്റെ കൃപ അനുസ്യൂതം കടന്നു വരാനായിട്ടുള്ള തടസ്സങ്ങൾ ചെറിയ ചെറിയ പാപങ്ങളായിരിക്കാം. ആ പാപങ്ങൾ പോലും റൂൾ ഔട്ട് ചെയ്യാൻ കുമ്പസാരം എന്ന കൂദാശ അനുദിനം സ്വീകരിച്ചു. ഇത് നമുക്ക് പാപബോധമില്ല. പാപത്തെക്കുറിച്ചൊരു ചിന്തയില്ല. അങ്ങനെ ഒരു പാപമുണ്ടോ എന്ന് വരെ ചിന്തിക്കുന്നവർ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാപബോധം തരും. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കാര്യം, പാപം ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം വചനം പറയുന്നത് ഇങ്ങനെയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59:21 പറയുന്നത്, നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്നും നിൻ്റെയോ നിൻ്റെ സന്തതികളുടെയോ ജീവിതം അകന്നു പോവുകയില്ല. വചനത്തിൻ്റെ ഒരു അഭിഷേകം കിട്ടി. വ്യക്തിപരമായ ജീവിതത്തിൽ വചനവുമായി ഒരു ആഭിമുഖ്യം. നമുക്ക് വചനം എന്താ? വചനം എന്ന് പറഞ്ഞാൽ ഈശോ തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ വചനത്തിൽ പറയുന്നില്ലേ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു. അപ്പം യേശുവുമായുള്ള ഒരു വ്യക്തിപരമായ ഒരു ബന്ധം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം ഉപേക്ഷിക്കുമ്പോൾ കടന്നു വരും. ഇന്ന് പാപം ഉള്ളതുകൊണ്ടാണ് യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ പറ്റാത്തത്. യേശുവിനെ നിൻ്റെ ഒരു കൂട്ടുകാരനായി നിൻ്റെ ജീവിതത്തിൽ കൊണ്ടുപോകാൻ പറ്റാത്തത് പാപം നിൻ്റെ ജീവിതത്തിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇന്ന് ദൈവത്തിൻ്റെ വചനം പറയുക, നീ ഇന്ന് പാപം ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ, സ്വർഗത്തിൻ്റെ വഴികളിലേക്ക് തിരിയുമ്പോൾ, ഒന്നാമതായിട്ട് കർത്താവ് രക്ഷകനായി നിൻ്റെ ജീവിതത്തിൽ വരും. രക്ഷയുടെ അനുഭവം ഇന്ന് ആർക്കെല്ലാം ഇല്ല എങ്കിൽ, അത് ഭൗതികമായിട്ടായിക്കൊള്ളട്ടെ ആത്മീയമായിക്കൊള്ളട്ടെ, ഈ ഒരു അനുഭവം വേണമെങ്കിൽ നീ നിൻ്റെ പാപത്തെ ഉപേക്ഷിക്കണം. ഈ പാപത്തെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം. നിന്റെ മക്കളുടെ നിന്റെ മേലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ വിട്ടുപിരിയാതെ നിന്റെ ജീവിതത്തെ നയിക്കണമെങ്കിൽ നീ പാപം ഉപേക്ഷിക്കണം, ഏറ്റുപറയണം. വചനത്തിൻ്റെ അഭിഷേകം, യേശുവുമായി ഒരു ബന്ധം ജീവിതത്തിൽ ലഭിക്കുന്നത് കുമ്പസാരം എന്ന കൂദാശയിലൂടെ കടന്നു വരുമ്പോഴാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ 10-11 തിരുലിഖിതത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും, തിന്മ ചെയ്യാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്, അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. അപ്പം സ്ഥിരമായ ഒരു ഐശ്വര്യം ഒരു കുടുംബത്തിന് വേണോ? സ്ഥിരമായ ഒരു ഐശ്വര്യം മക്കളുടെ ജീവിതത്തിൽ വേണോ? ദൈവത്തിൻ്റെ വചനം പറയുക, പാപം ചെയ്യാൻ കഴിവുണ്ട്, അത് ചെയ്യാത്തവൻ, തിന്മ ചെയ്യാൻ സാധ്യതയുണ്ട്, അത് ചെയ്യാത്തവൻ. പാപം ചെയ്യണമെന്ന് വെച്ചാൽ ആർക്കാ സാധ്യതയില്ലാത്തത്? തിന്മ ചെയ്യാൻ എല്ലാ സാധ്യതകളും നമ്മുടെ മുമ്പിൽ നിൽക്കുക. അനന്തമായ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്കതിനുള്ള സാഹചര്യമുണ്ട്. ദൈവവചനം പറയുക, അത് ഉപയോഗപ്പെടുത്താത്തവൻ, പാപത്തോട് നോ പറയുന്നവൻ, പാപത്തോട് കോംപ്രമൈസ് ചെയ്യാത്തവൻ്റെ ജീവിതത്തിൽ സ്ഥിരമായ ഐശ്വര്യം അവൻ്റെ ജീവിതത്തിൽ ലഭിക്കും. സ്ഥിരമായ ഐശ്വര്യം. പാപത്തോട് കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ സ്ഥിരമായ ഐശ്വര്യം. ഞാൻ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. അത് വളരെ നമ്മൾ ചിന്തിച്ചാൽ ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു കാര്യം. എനിക്ക് അറ്റാക്ക് വന്നെന്നൊക്കെ ഞാൻ നേരത്തെ ഇന്നലെയൊക്കെ പറഞ്ഞില്ലേ. അറ്റാക്ക് വന്ന് ഞാൻ ബിഷപ്പ് ഹൗസിൽ നിന്നൊക്കെ മാറി വേറൊരു പള്ളിയിൽ ഞാൻ പോയി എടവപ്പള്ളിയിലേക്ക് മാറി. അപ്പം ഞാൻ പിതാവിനോട് പറഞ്ഞ കാര്യം, ചെറിയ പള്ളിയാണെങ്കിൽ വളരെ എളുപ്പമുണ്ട്, അന്ന് ഒരു സ്റ്റെപ്പ് പോലും കയറാൻ പറ്റില്ല. അൾത്താരയിൽ ഇങ്ങനെ 2-3 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പിലും കയറി നിന്നിട്ടാണ് പതുക്കെ ഒരു കാല് വെച്ച് ആ സ്റ്റെപ്പിൽ കയറി ആ കാലും അവിടെ നിന്നു, അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് വെച്ച് അടുത്ത സ്റ്റെപ്പിൽ കയറി, ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല. കരങ്ങൾ ഉയർത്തി പിടിച്ചാൽ ഭയങ്കര പെയിൻ. മണൽച്ചാക്ക് വെച്ചേക്കുന്ന പോലെ ഒരു വെയിറ്റ് ഇരിക്കുന്ന പോലെയാണ്.
അതുപോലെ നമ്മുടെ പ്രേയേഴ്സ്, കുർബാന പ്രേയേഴ്സൊക്കെ ആണ് ലോങ് പ്രേയേഴ്സാണ്. അപ്പോൾ അത് ചെല്ലുമ്പോൾ ശ്വാസം കിട്ടില്ല, അങ്ങനെ നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് പിതാവിനോട് പറഞ്ഞു ചെറിയ പള്ളി തന്നാൽ മതി എന്ന് പറഞ്ഞു, കടവില്ലാത്തൊരു പള്ളി. കാരണം ഞാൻ പോയ പള്ളിയിൽ തന്നെ ഒരു പള്ളിമുറിയൊക്കെ പണിത് അറ്റായിക്ക് വന്നപ്പോൾ എൻ്റെ ഇടവക്കാർ പറഞ്ഞു, ഞാൻ ബിഷപ്പ് ഹൗസിലായിരിക്കുമ്പോൾ സ്റ്റേഷൻ പള്ളിക്കാർ പറഞ്ഞു ഒരു പള്ളിമുറി പണിയാം, പെട്ടെന്ന് പള്ളിമുറി പണിയാം. 30-33 ലക്ഷം രൂപ മുടക്കി ഒരു പള്ളിമുറി പണിതു. അപ്പോൾ കുറച്ച് കടവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ പള്ളി പണിയാൻ വേണ്ടി തന്നെ 10-28 പള്ളിയിൽ പോയി കളക്ഷൻ എടുക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ പിതാവോട് പറഞ്ഞു ഇപ്പോൾ കടമുള്ള പള്ളിയാകുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതുപോലെ കുന്നും മലയുള്ള സ്ഥലത്താണെങ്കിൽ പോലും കയറാനും പറ്റില്ല, അതുകൊണ്ട് അങ്ങനെ ഇല്ലാത്തൊരു പള്ളി തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ 10 വർഷം ആ പള്ളിയിലെ വികാരിയാണ്, 10 വർഷം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിതാവോട് പറഞ്ഞു ഇനി എനിക്ക് മാറ്റം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ പിതാവ് ടൗണിലുള്ളൊരു പള്ളി എനിക്ക് തന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വല്ല ഡ്യൂട്ടികളൊന്നുമില്ല, ഒറ്റ ഡ്യൂട്ടിയില്ല. ചെറിയ പള്ളി, ജോലിക്കാരാണ്, എല്ലാവരും ജോലിക്ക് പോകും. 100ഓളം വീട്ടുകാരുണ്ട്, അവർ ജോലിക്ക് പോകും. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യങ്ങളില്ല. അപ്പോൾ ഞാൻ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഡെയിലി രാവിലെ 9 മണിയാകുമ്പോൾ പള്ളിയിൽ കയറി വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഒരു 2 മണി വരെ ഇരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കും. പിന്നീട് അത് പകൽ മുഴുവനാക്കി. വാതിലടച്ചിട്ടിരുന്ന് ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും പകൽ മുഴുവൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആൾക്കാർ വരാൻ തുടങ്ങിയപ്പോൾ വാതിലൊക്കെ തുറന്ന് പള്ളിക്കകത്ത് കയറ്റും. പിന്നെ ഞാൻ അവസാനം പള്ളിയിൽ വിളിച്ച് പറഞ്ഞു, ഞാൻ നാളെ തൊട്ട്, ഒരു ഞായറാഴ്ച പറഞ്ഞു, നാളെ തൊട്ട് പള്ളിയെല്ലാം തുറന്നിടും, വീട്ടിൽ ഇരിക്കുന്നവർ റിട്ടയർ ചെയ്തവരെല്ലാം വരുവാണെങ്കിൽ ഇവിടെ പ്രാർത്ഥിക്കാൻ സൗകര്യമുണ്ട്, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് പകൽ മുഴുവൻ ആരാധനയുണ്ട്, വരേണ്ടവർക്ക് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ആരും വന്നില്ലേലും കുഴപ്പമില്ല, നിർബന്ധമില്ല, ആരും വന്നില്ലേലും കുഴപ്പമില്ല, ഞാനും കർത്താവും ഈ പള്ളിയിലുണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം തൊട്ട് ആൾക്ക് വരാൻ തുടങ്ങി. പകൽ മുഴുവൻ ആൾക്കാർ വരാൻ തുടങ്ങി. റിട്ടയർ ചെയ്തവരും പിന്നെ പരിസരവാസികൾ മുഴുവൻ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരെല്ലാം വരാൻ തുടങ്ങി. ഇങ്ങനെ പള്ളി നിറച്ചിങ്ങനെ കുമ്പസാരിക്കാനും ആരാധിക്കാനും പിന്നീട് അവിടെ ആഴ്ചയിലൊരു മാസത്തിലൊരു വചനപ്രഘോഷം എല്ലാം ആരംഭിച്ചു. അപ്പം ഞാൻ എല്ലാ ആഴ്ചയിലും വേറെ പ്രത്യേകിച്ച് പരിപാടി, ഇവിടെ ആരാധന നടക്കുമ്പോൾ സിസ്റ്റേഴ്സൊക്കെ വരുന്നതുകൊണ്ട് പകൽ രാവിലെ പോകാം, ആരാധന കുർബാനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചിട്ട് പോയാൽ വൈകുന്നേരം വന്നാൽ മതി. അപ്പോൾ ഞാൻ രാവിലെ അട്ടപ്പാടിക്ക് പോകും. ആഴ്ചയിൽ ഒരു ദിവസം അട്ടപ്പാടിക്ക് ഞാൻ എൻ്റെ വണ്ടിയിൽ പോകും. ഒരു വണ്ടി നിറച്ച ആൾക്കാരായിട്ട് പോകും, ഒരു കാർ നിറച്ച ആൾക്കാർ. അങ്ങനെ ഞാൻ അവിടെ പോകും. ഞങ്ങൾ അന്ന് മലയൊക്കെ മേടിച്ചിട്ടിരിക്കുന്ന സമയമാണ്, കുരിശുമലയൊക്കെ മേടിച്ച സമയമാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് കഷ്ടപ്പെട്ടാണെങ്കിൽ ശരി, മല കയറാൻ പറ്റില്ലെങ്കിലും ആരോഗ്യമില്ലെങ്കിലും ആ സൈഡ് കയറുന്ന ഇങ്ങനെ മലയുടെ സൈഡിൽ കൂടി കയറി ഞങ്ങൾ കുരിശിൻ്റെ വഴിയെല്ലാം നടത്തി താഴെ വരും. അങ്ങനെ ഒരു 3:30-4 മണിയാകുമ്പോൾ അവിടുന്ന് പോരും, 6 മണിയാകുമ്പോൾ പള്ളിയിലെത്തും. അതിന് എല്ലാ ആഴ്ചയിലും 1-2 വണ്ടി നിറച്ച ആൾക്കാർ ഇങ്ങനെ ആരാധന അവിടെ പോവും. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ അട്ടപ്പാടിക്ക് പോവുകയാണ്. അട്ടപ്പാടി ചെന്ന് ഞങ്ങൾ ചെല്ലുന്നതേ തന്നെ ഒരുമിച്ച് മെറ്റലെ കൂടി ഒരു കുരിശിൻ്റെ വഴി നടത്തും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരോടും പറയും നിങ്ങൾ ഓരോ ചാപ്പലിൽ ഇഷ്ടം പോലത്തെ പോയി ഇരുന്നോളാൻ പറയും. അപ്പോൾ ഞാനിങ്ങനെ ഏതെങ്കിലും ഒരു ചാപ്പലിൽ പോയിരിക്കും. വൈകുന്നേരം പിന്നെ ഞങ്ങൾ ഉച്ച കഴിയുമ്പോൾ മല കയറി കുരിശിൻ്റെ വഴി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്ന് അവിടുന്ന് ചായ കുടിച്ച് തിരിച്ചു പോരും. അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ കുരിശിൻ്റെ വഴി കഴിഞ്ഞ് ഏതാണ്ട് ഒരു 9:30 സമയം, 9:30 സമയത്ത് ഒരു 3-ാം നിലയിലുള്ള ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പലിൽ പോയി അവിടെ സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാനിങ്ങനെ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഫോൺ കോൾ വന്ന ആ ഫോൺ കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്ന് ഒരു അമ്മച്ചി വിളിച്ചതാണ്. അമ്മച്ചി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് 86 വയസ്സായി എന്ന് പറഞ്ഞു. അച്ഛൻ ഇന്ന് പ്രത്യേകമായിട്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഇന്ന് ഞാൻ കോടതിയിൽ പോകുന്നൊരു ദിവസമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് കോടതിയിൽ പോകുന്നത്, എന്താ പ്രശ്നം ചോദിച്ചു. പറഞ്ഞു കഴിഞ്ഞ 4 തലമുറയായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പാർട്ടീഷൻ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാർട്ടീഷൻ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഇന്ന് അച്ഛൻ്റെ ഒരു പ്രാർത്ഥന ആവശ്യമുണ്ട്. എന്നിട്ട് ഈ അമ്മച്ചി പറഞ്ഞു 4-ാം തലമുറയിലെ അവസാനത്തെ ഒരു മെയിൻ കേസ് നടത്തുന്ന കണ്ണി ഞാനാന്ന് പറഞ്ഞു. ഞാൻ മരിച്ചാൽ ഇത് 5-ാം തലമുറയിലേക്ക് ഈ പാർട്ടീഷൻ പ്രശ്നങ്ങൾ കടന്നു പോകും. അതുകൊണ്ട് അച്ഛൻ കൃത്യമായിട്ട് ഇന്നൊന്ന് പ്രാർത്ഥിച്ച് എന്നെ അനുഗ്രഹിക്കണം, ഈ കേസിൽ നിന്ന് എന്നേക്കുമായിട്ടൊരു ശമനം കിട്ടണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ അമ്മച്ചി എന്നോട് പറഞ്ഞു അച്ഛൻ ഫോണിലൂടെ ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഫോണിലൂടെ പ്രാർത്ഥിക്കാം. അപ്പം ഞാനിങ്ങനെ ഈ 3-ാം നിലയിലെ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് ഫോണിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിന് ഫോണിൽ പ്രാർത്ഥിച്ച് വന്നപ്പോൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറയാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, എന്നോട് എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അമ്മച്ചി ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ ചങ്ങനാശ്ശേരി ടൗണിലാണ്. വീണ്ടും എന്താ പറയേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ആ സമയത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു അവിടെ പാറേപ്പള്ളിയിൽ നിത്യാരാധന ചാപ്പലുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ച് കുമ്പസാരിച്ചിട്ട് കോടതി കേസ് ഇന്ന് തീരുമെന്ന് പറയാൻ പറഞ്ഞു.
പരിശുദ്ധാത്മ അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ എന്നെക്കൊണ്ട് പറയിച്ചു. ഞാൻ ചിന്തിച്ച കാര്യമല്ല. ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിൽക്കുന്ന എവിടെയാണ്? അപ്പം എന്നോട് പറഞ്ഞു, പാറേപ്പള്ളി ചോദിച്ചു പറഞ്ഞു, ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓട്ടോറിക്ഷ എടുക്കുക, പെട്ടെന്ന് കോടതി തുറക്കുമ്പോൾ 11 മണി സമയമാകും, അതുകൊണ്ട് നേരെ പള്ളിയിൽ ചെല്ലുക. അവിടെ കൊച്ചച്ചന്മാർ 3-4 പേരുള്ളതാണ്. പോയി കുമ്പസാരിക്കുക, നിത്യാരാധന കയറി പ്രാർത്ഥിച്ചിട്ട് കോടതി പോവുക. 11 മണിയാകുമ്പോഴത്തേക്കും കോടതിയൊക്കെ തുറന്ന് ശരിയായി വരുള്ളൂ. അന്നേരത്തേക്കും ചെല്ലുക, ഇന്ന് കർത്താവ് ഈ കേസ് തീർത്തു തരുമെന്ന് പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. പിന്നെ എന്ത് സംഭവിച്ചു? ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. നമ്മളങ്ങനെ അപ്പം പ്രാർത്ഥിച്ചു, അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. വൈകുന്നേരം ഒരു 5:30 സമയത്ത് മലയിറങ്ങി വരികയാണ് വണ്ടി ഓടിച്ച്. അപ്പോൾ വീണ്ടും ഫോൺ വന്നു. അപ്പോൾ 5:30 സമയമായി. അപ്പോൾ ഈ ഫോൺ തെരിതെരിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി സൈഡാക്കി ഫോൺ എടുത്തു. അപ്പോൾ ഫോൺ എടുത്തപ്പോൾ ഈ അമ്മച്ചി പറയുകയാണ്, അച്ഛാ ഇന്ന് ഈ കേസ് ഇവിടെ തീർന്നു എന്ന് പറഞ്ഞു. കേസ് കഴിഞ്ഞ് 45 വർഷത്തോളമായ കേസ് ഇന്ന് തീർന്നു. എന്നിട്ട് ഈ അമ്മച്ചി പ്രൈസ് ദി ലോർഡ് എന്ന് പറയാണ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് തീർന്നത്? ഇന്ന് തീർന്നു എന്ന് പറയുമ്പോഴും എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഒരു ആകാംക്ഷയായി. അപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞു, അച്ഛൻ പറഞ്ഞ പോലെ പോയി പള്ളിയിൽ പോയി കുമ്പസാരിച്ചു, ആരാധിച്ചു, 1 മണിക്കൂർ ഇരുന്ന് ആരാധിച്ചു എന്ന് പറഞ്ഞു. ദീപികാരുടെ ഈശോയെ ആരാധിച്ചു, കോടതിയിൽ ചെന്നു. എന്നിട്ട് ഈ കോടതിയിൽ എന്ത് സംഭവിച്ചു എന്ന് ഈ അമ്മച്ചി പറയാണ്. കോടതി 2ാം നിലയില. അമ്മച്ചി കൂനുള്ള അമ്മച്ചിയാണെന്നാണ് പറഞ്ഞത്. ഈ ചട്ടയും തുണിയൊക്കെ കൊടുത്ത് കുണുക്കൊക്കെ ഇട്ട അമ്മച്ചി കൂനി വടിയും പിടിച്ചൊക്കെ നിൽക്കുമ്പോൾ ജഡ്ജി കയറിപ്പോയി. ജഡ്ജി കോടതി ചേംബറിലേക്ക് കയറി പോകുന്ന സമയത്ത് ഈ അമ്മച്ചിയെ ശരിക്കൊന്ന് നോക്കിയെന്ന് പറഞ്ഞു. ശരിക്ക് അമ്മച്ചിയെ നോക്കി. എന്നിട്ട് ജഡ്ജി കയറിപ്പോയി. 7ാം നമ്പർ കേസായിരുന്നു അമ്മച്ചിയുടെ, 7ാം നമ്പർ കേസ്. ഈ ജഡ്ജി കയറി വന്ന് നമ്മുടെ വക്കീലന്മാർ കാണുമായിരിക്കും, ഇതൊക്കെ കോടതി നടക്കുന്ന കാര്യമാണെന്ന് ചോദിച്ചാൽ ഞാൻ ചിന്തിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അതിന് ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ 6 കേസ് മാറ്റി വെച്ചു. 7ാമത്തെ കേസ് അവിടെ വെച്ചു. അത് കഴിഞ്ഞ് 7 തൊട്ട് ബാക്കി അന്ന് എടുക്കേണ്ട കേസ് മുഴുവൻ മാറ്റി വെച്ചു, പോസ്റ്റ്പോൺ. എല്ലാ കേസും പോസ്റ്റ്പോൺ ചെയ്തിട്ട് ഈ അമ്മച്ചിയുടെ 7ാമത്തെ കേസ് കോടതി എടുത്തു. അപ്പോൾ ഈ അമ്മച്ചിയുടെ ബന്ധുക്കൾ 3 തലമുറയുള്ള പല ആൾക്കാരുണ്ട്, വാദിയും പ്രതികളുണ്ട്. അമ്മച്ചി വാദിയാണ്, പ്രതികൾ അല്ല, അമ്മച്ചി പ്രതിയാണ്, വാദികൾ പലരും കിടക്കുന്നുണ്ട്. ഇവരെല്ലാം അമ്മച്ചി പ്രതി ആയതുകൊണ്ട് സാക്ഷിക്കൂട്ട് കയറ്റി നിർത്തിയിരിക്കുകയാണ്. കേസ് വിളിച്ച് കയറ്റി നിർത്തി. എല്ലാ കേസും മാറ്റി വെച്ചിട്ട് വിളിച്ച് നിർത്തിയിട്ട് ഈ കോടതി 2 ടീമിൻ്റെ വാദിയുടെയും പ്രതിയുടെയും വക്കീൽമാരെ ചേംബറിൻ്റെ അടുത്തേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചെന്നാണ് പറഞ്ഞത്, ഈ കേസ് ഇന്ന് തീർക്കാൻ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? ഇതിന്ന് പരിഹരിക്കണം. ഇത് വർഷങ്ങളായിട്ട് നടക്കുന്ന കേസാണ്. ഈ അമ്മച്ചി മരിച്ചാൽ അടുത്ത തലമുറയിലേക്ക് പോകും. ജഡ്ജി പറയുക, ഈ കേസിന് ശമനം ഉണ്ടാകണം, ഇന്ന് തീർക്കണം. അതുകൊണ്ട് ഈ കേസിന് വേണ്ടി ഈ ദിവസം മുഴുവൻ കോടതി മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ വല്ല ചരിത്രത്തിൽ ഉണ്ടാവും? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഈ അമ്മച്ചി പറയുക, ബാക്കി എല്ലാ കേസും മാറ്റിവെച്ചു, ഈ അമ്മച്ചിക്ക് വേണ്ടി ആ കോടതി അന്ന് പ്രവർത്തിക്കുകയാണ്. വീട്ടിൽ കിടന്നവർ, ആശുപത്രി കിടന്നവർ, വയ്യാണ്ട് കിടന്നവർ, ജോലിക്ക് പോയവർ, സകല ആൾക്കാരെയും വിളിച്ചു വരുത്തി. വൈകുന്നേരം 5:15 ഒരു എഗ്രിമെൻറ്റിലെത്തി എല്ലാവരും തമ്മിൽ. എന്നിട്ട് ഒപ്പിടിയിച്ചു. 5:15 ഒപ്പിടിയിച്ച് ഈ കേസ് പെർമനൻ്റായി കഴിഞ്ഞു. ഈ അമ്മച്ചി 5:30 സമയമായപ്പോഴത്തേക്കും പുറത്തിറങ്ങി. അമ്മച്ചി ഫോൺ ചെയ്തിട്ട് പറയാം, അച്ഛാ ഇന്ന് ഈ കേസ് തീർന്നു. എന്നിട്ട് ഈ അമ്മച്ചി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛൻ പറഞ്ഞതുപോലെ പോയി കുമ്പസാരിച്ച് എൻ്റെ കർത്താവിനെ ഞാൻ ആരാധിച്ചു. എന്നിട്ട് പറയുകയാണ്, ഇതുവരെ ഇതേപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കുമ്പസാരിച്ചിട്ടുമില്ല, കർത്താവിനെ ആരാധിച്ചിട്ടുമില്ല എന്ന് പറയുക. എന്നിട്ട് ഈ അമ്മച്ചി പറയുക, എൻ്റെ ചെരുപ്പ് തേഞ്ഞു, എൻ്റെ പൈസ മുഴുവൻ പോയി, എൻ്റെ ജീവിതത്തിൽ മാനഹാനിയും നഷ്ടങ്ങളും അനേകം ഈ കേസ് വഴി ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു, അപമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് കർത്താവ് എൻ്റെ ജീവിതത്തെ കൈപിടിച്ചു ഉയർത്തി അനുഗ്രഹിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാം, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, വിശുദ്ധിക്ക് വില കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും. ദൈവത്തിൻ്റെ വചനം അതാ പഠിപ്പിക്കുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 18-ഉം 19-ഉം തിരുലിഖിതങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, കർത്താവ് അരുളിച്ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടിഞ്ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്ണയുള്ളതായിത്തീരും, അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ ഐശ്വര്യം നിങ്ങൾ ആസ്വദിക്കും. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. സ്നേഹമുള്ളവരെ, കർത്താവ് നമ്മോട് പറയുക, വരുവിൻ രമ്യതപ്പെടാം.
ഇന്ന് കർത്താവ് നമ്മുടെ ജീവിതവുമായി ഏതെങ്കിലും തരത്തിൽ അകന്നുപോയി ജീവിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ കർത്താവ് നമ്മോട് പറയുക, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ രക്തവർണ്ണം അംഗമായിരിക്കാം, കടുംചുമപ്പായിരിക്കാം എന്ന് പറഞ്ഞാൽ ഘോരമായ പാപങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. തിന്മയായ പാപങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാം. കൊലപാതകങ്ങളോ ഗർഭചിത്രങ്ങളോ അല്ലെങ്കിൽ മോഷണങ്ങളോ ഏതെങ്കിലും മാരക പാപങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും ശരി, നീ എന്ന് കുമ്പസാരിക്കാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിൽ ഐശ്വര്യം ആസ്വദിക്കുമെന്നാണ് പറയുന്നത്. ഐശ്വര്യം ആസ്വദിക്കാൻ തക്ക വിധത്തിൽ കർത്താവ് നിന്റെ ജീവിതത്തെ കൈപിടിച്ചുയർത്തും. പാപകരമായ ജീവിതത്തെ വിശുദ്ധി കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. വെണ്മ പോലെയുള്ള നൈർമല്യമുള്ള ഒരു ജീവിതമാക്കി നിന്റെ ജീവിതത്തെ കർത്താവ് മാറ്റും. ഒറ്റ കാര്യമോ കർത്താവ് പറഞ്ഞുള്ളൂ, നീ രമ്യതപ്പെടണം, നിന്റെ പാപം ഏറ്റു പറയണം, വിശുദ്ധിക്ക് നീ വില കൊടുക്കണം. കർത്താവ് നമ്മോട് പറയുക, ഗലാത്യ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 16 മുതലുള്ള വചനത്തിൽ പറയുകയാണ്, നിങ്ങൾ ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തരുത്. ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്. എന്നിട്ട് പറയുക, ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഇങ്ങനെ വചനം പറയുകയാണ്, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സല്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മതിരോത്സവം, ഇവയ്ക്ക് സദൃശമായ തിന്മകളും. നീണ്ട ഒരു പട്ടിക പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. നമുക്ക് ആ പട്ടിക ഒന്നുകൂടെ കേൾക്കാം. എന്നിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തണം. നമ്മൾ അനേകം തവണ കുമ്പസാരിക്കാൻ ഒരുങ്ങിയവരാണ്. കുമ്പസാരത്തെക്കുറിച്ച് വചനം കേട്ട് നമ്മുടെ ജീവിതത്തിൽ അനേകം തവണ ഒരുങ്ങാനായിട്ട് കർത്താവ് ഇടവരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മേഖലകളിൽ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ആ പാപത്തിൻ്റെ പട്ടികകൾ ഒന്നുകൂടെ കേൾക്കാം. വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, 1-ാം പ്രമാണ ലംഘനങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ആഭിചാരം, മന്ത്രവാദം, കൂടോത്രം, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പോകുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ, ശത്രുത, ക്ഷമിക്കാൻ പറ്റാത്ത വിധത്തിൽ ശത്രുതയിലൂടെ കടന്നു പോകുന്ന, വൈരാഗ്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ, ആ വൈരാഗ്യം അവസാനിപ്പിക്കണം, ക്ഷമ ചോദിക്കണം. ക്ഷമ ചോദിച്ചാൽ കർത്താവ് ഇടപെടും. കലഹങ്ങൾ, ദമ്പതികളുടെ ഇടയിലുള്ള കലഹങ്ങൾ, കുടുംബങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ, സഹോദരങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ, ഇങ്ങനെ അനേകം തരത്തിലുള്ള കലഹം. അസൂയ, നമുക്കറിയാം, വേറൊരാൾക്ക് നന്മ വന്നാൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. നമ്മുടെ കുട്ടിക്ക് A+ കിട്ടി, അടുത്ത കുട്ടിക്ക് A+ കിട്ടി, അടുത്ത കുട്ടിക്ക് അത് കിട്ടിയെന്നുള്ളതാണ് നമ്മുടെ വിഷമം. അസൂയ. ഞാൻ നന്നായാലും മറ്റൊരാൾ നന്നാകരുത്. ആങ്ങളെ ചത്താലും കുഴപ്പമില്ല, നാത്തുവിൻ്റെ കണ്ണുനീര് കാണുന്നത് ചിന്തിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ അസൂയ അത്രമാത്രം വലിയ ഒരു തിന്മയായി ഇന്ന് കുടുംബങ്ങളിൽ കടന്നു വരികയാണ്. നമ്മുടെ ഉയർച്ചയല്ല, നമുക്ക് നല്ല മെച്ചമൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ ഉണ്ടായാൽ ഇവിടെ പ്രശ്നം അസൂയ. കോപം, മാത്സര്യം, ഭിന്നതകൾ, വിഭാഗീയ ചിന്ത, ഇങ്ങനെയുള്ള തിന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ ഏറ്റുപറയണമെന്ന് പറയുകയാണ്. അതൊക്കെ ജഡത്തിൻ്റെ വ്യാപാരങ്ങളാണ്, ആത്മീയമായ വ്യാപാരങ്ങളല്ല. ഇത് ആത്മാവിനെതിരാണെന്ന് പറയുകയാണ്. അതുകൊണ്ട് നല്ലൊരു കുമ്പസാരത്തിലൂടെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണം. യോശുവ 3:5 പറയാം, നീ നിന്നെ തന്നെ വിശുദ്ധീകരിച്ചാൽ നാളെ ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്, കൃപ കൊണ്ട് നിറയ്ക്കുന്നൊരു ദൈവമുണ്ട്. ഒറ്റ കണ്ടീഷൻ, നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കണം.